ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടതും കേട്ടതുമായ ഒരു കാര്യമാണ് ഇത് പാവങ്ങളുടെ റെഡ് വൈൻ ആണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ലെന്നേ. എങ്ങനെയൊക്കെ ആയാലും ഇപ്പോഴത്തെ ചൂടിൻ്റെ ഒരു സെറ്റ് സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ചെമ്പരത്തി പൂ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. ആദ്യം തന്നെ പൂവിൻ്റെ ഇതളുകൾ മാത്രം എടുത്തിട്ട് നോർമൽ വാട്ടറിലൊന്നും അങ്ങ് കഴുകിയെടുക്കാം. അതിലെ അഴുക്കുകളൊക്കെ ഒന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. നന്നായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഇതളുകളൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ട് അങ്ങോട്ട് മുങ്ങിക്കിടന്നോട്ടെ കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഒന്നങ്ങ് വെയിറ്റ് ചെയ്യേണ്ട. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതളുകൾ ആ വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റാം. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചൂടാറിയതിന് ശേഷം മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ചാണ് ചേർക്കുന്നത്. ഇനി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്, 2 നാരങ്ങയുടെ. ഈ സമയത്താണ് മാജിക് കാണാൻ പറ്റുന്നത്. വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ആ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറയിലെന്ന് നോക്കി നല്ല രസമില്ലേ കാണാൻ. എന്നിട്ട് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. ഒരു 6-7 ഗ്ലാസ് വെള്ളത്തിന് ഒരു 10 പൂവൊക്കെ എടുത്താൽ മതി കേട്ടോ. എനിക്ക് തോന്നിയത് കുറേ ഔഷധ ഗുണങ്ങളൊക്കെയുള്ള വേറെ ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ലാത്ത ഒരു അടിപൊളിച്ച് വന്ന നാരങ്ങ വെള്ളം. അപ്പോൾ ലാസ്റ്റ് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് സെർവ് ചെയ്യണേ.